ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ കബാബ് വളരെ രുചികരമായി തയ്യാറാക്കിയെടുത്താലോ. അപ്പം മുൻപ് ഞാൻ പാൻ ഗ്രില്ലിൽ വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ചിക്കൻ കബാബ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഓവനിൽ വെച്ചിട്ട് എങ്ങനെ കബാബ് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കന് ഇതൊരു 500 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇത് നമുക്കിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ക്യൂബ് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് തേച്ചിട്ട് നമുക്ക് ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി അഥവാ നമുക്ക് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് പുറത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് കവർ ചെയ്തിട്ട് വെക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു നുള്ള് കുങ്കുമപ്പൂവ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ ഇട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ ഈ കുങ്കുമപ്പൂവ് നമുക്ക് നല്ലപോലെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ കുങ്കുമപ്പൂവ് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ചിക്കനിൽ വേണ്ട മസാലകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. നമ്മൾ തൈര് പരട്ടുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. പുളിക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ തൈര് പരട്ടി കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം ചിക്കൻ മസാല പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ മസാല പൗഡർ ഏകദേശം ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാല പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജീരകപ്പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത് ഇട്ടാ, അതായത് ചെറിയ ജീരകം, പെരുംജീരകമല്ല, ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ഞാനൊരു 3/4 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ കുരുമുളക് പൊടിയും എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വെളുത്തുള്ളി പൊടി ഉണ്ടെങ്കിൽ വെളുത്തുള്ളിപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വെളുത്തുള്ളി അരച്ചത് ഒരു 3/4 ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീര്, അപ്പോൾ ഇതൊരു ചെറിയ ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ ഫുള്ള് നീരും എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലും ഇവിടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒലിവ് ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ എങ്ങാനും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒലിവ് ഓയിൽ ഉണ്ടായിന്ന് വരില്ല. ഒലിവ് ഓയിൽ ഉള്ളവരാണെങ്കിൽ ഒലിവ് ഓയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ കുങ്കുമപ്പൂവ് നമ്മളിപ്പോൾ ഇവിടെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല, അതിപ്പോൾ നല്ലപോലെ കുങ്കുമപ്പൂവിൻ്റെ ആ സത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചുരുങ്ങിയത് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 1/2 മുതൽ 1 മണിക്കൂർ വരെയുള്ള സമയത്ത് കവർ ചെയ്തിട്ട് പുറത്താണെങ്കിലും വെക്കുക. അതിപ്പോൾ നല്ല കാലാവസ്ഥയാണെങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ സ്ക്യൂവർ സ്റ്റിക്ക് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. ഇതിപ്പോൾ നമ്മൾ പാൻ ഗ്രില്ലിൽ ചെയ്യുകയാണെങ്കിലും അഥവാ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ സ്ക്യൂവർ സ്റ്റിക്ക് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് പെട്ടെന്ന് ഒടിയാതിരിക്കാനാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം സ്റ്റിക്കുകളൊന്നും അങ്ങനെ പെട്ടെന്ന് ഒടിയില്ല. അഥവാ നമ്മൾ സ്റ്റിക്ക് പെട്ടെന്ന് ഒടിയാണ്ടിരിക്കണമെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഓവനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടുക. അപ്പോൾ ഞാനിവിടെ ഒരു 220 ഡിഗ്രി സെൽഷ്യസിൽ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് വെക്കുന്നത് കേട്ടോ. നമ്മൾ ഗ്രില്ലും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അടിയിലുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മേലെ ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഓരോരോ സ്ക്യൂർ സ്റ്റിക്കായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റിക്കിലും നമ്മളുടെ ചിക്കന് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നിൽ നമുക്ക് മാക്സിമം 5 ചിക്കൻ വരെയൊക്കെ കോർത്ത് കൊടുക്കാം. ഇനി വേണമെന്നുള്ളവർക്ക് ഓരോ സ്റ്റിക്കിലും ചിക്കൻ കോർത്തിട്ട് ഓരോ ചിക്കൻ കോർത്തതിന് ശേഷം ഇതിൽ സബോള സ്ക്വയറാക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം സ്ക്വയറാക്കിയിട്ടോ ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മാത്രം വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കോർത്തിട്ട് നമ്മൾക്ക് ഇതേപോലെ ഗ്രില്ലിൻ്റെ മേലെ വെക്കുക.
അപ്പോഴേക്കും നമ്മുടെ ഓവൻ അവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓവനും നമ്മളിത് കോർക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഓവനും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ പീസും നമുക്ക് ഇതേപോലെ കോർത്ത് വെക്കുക. ഇനി നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ കോർത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിൽ വെച്ചിട്ട് നമ്മൾ 220 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് നമ്മൾ ഓവനിൽ ഇത് വെക്കുന്നത്. നമ്മൾ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് പുറത്തെടുക്കുന്നില്ല. നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഓവൻ ഓഫായി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ കബാബ് നമുക്കിവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും